ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നീ എന്ന് പറഞ്ഞത് സോറി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചീനച്ചട്ടിയിൽ ഒഴിച്ച് തന്നിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ആക്കണേ. ഇതാ ആദ്യം തന്നെ പച്ചരി 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴുകിയിട്ടാണ് ഇവിടെ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ് ഇത്. എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്യില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതിലേക്ക് അരക്കഷ്ണം ഉള്ളി, 1 സ്പൂണ് ജീരകയിൽ വലിയ ജീരകവും പിന്നെ ഒരു കൈ നിറയും ചോറും കൂടിയും ചേർത്ത് അരച്ചെടുക്കുക. അങ്ങനെ പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട, ചെറിയ തരിതരിയായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഉമ്മ വീട്ടിൽ വന്നുകൊണ്ട് ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിട്ട് അങ്ങനെ ഉണ്ടാക്കിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് അതിൽ കുറച്ച് ഉള്ളി ഇട്ടിട്ട് പൊരിച്ചതിന് ശേഷം ഇത് 2 കൈയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ തിരിക്കൊന്നും വേണ്ട, ഇതിനെ കൊണ്ട് തന്നെ അങ്ങ് സ്പൂൺ കൊണ്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നെയ്യെല്ലാം ഫുൾ സ്പ്രെഡ് ആകുന്നുണ്ട്, അതൊന്നും നോക്കണ്ട. ഇതാ ഒന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അതേസമയം ഞാനിവിടെ നല്ല മത്തി ഉണ്ടായിരുന്നു. അപ്പം നല്ല മത്തി വരട്ടിയത്, വറ്റിച്ചിട്ടുള്ള വരട്ടിയത് ഈ ചീനച്ചട്ടി ഒഴിച്ചതും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാ പറയാമെന്നുള്ള ഒന്ന് കമൻ്റ് ആക്കണേ. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ മത്തി വരട്ടാൻ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ, എന്നാലും ജസ്റ്റും ഞാൻ പറഞ്ഞു പോകാമെന്നുള്ളൂ. കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതാ തക്കാളി, 2 വലിയ തക്കാളിയും 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂട്ടി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയിട്ട് പേസ്റ്റ് പരുവത്തിലാക്കുക കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ മത്തി വരട്ടിയിൽ കുറച്ചധികം തക്കാളി ഇട്ടിട്ട് വരട്ടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും എനിക്കിഷ്ടമുള്ളത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാം ചെയ്യലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും വരട്ടിയിൽ. ഇതിന് കുറച്ചൊരു പച്ച തക്കാളിയാണ് കിട്ടിയത്, നോക്കിയേ. അതിന് നമുക്ക് നെയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇതാ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ആഴ്ചയിൽ 2 വീഡിയോ വീതം ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് പറയും, പക്ഷെങ്കിൽ അതൊന്നും നടക്കലില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. നോക്കിയതാ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചിട്ടിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ മത്തിയിൽ നമുക്ക് മഞ്ഞളും മുളകും മല്ലിയും, 1 സ്പൂൺ മല്ലി, 1/4 സ്പൂൺ മഞ്ഞൾ, പിന്നെ ഇതാ 2 സ്പൂൺ മുളകും കൂടി ഇട്ട്, പിന്നെ അധികം ചെരുവാക്കുന്നില്ല കേട്ടോ. 2 ടീസ്പൂണാണ് മുളക് ഇട്ടിട്ടുള്ളത്. ഇതാ മുളകും ഇട്ട് പിന്നെ പുളിവെള്ളമില്ല, കുറച്ചധികം പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക ചട്ടിയിലേക്ക് ഇടില്ല, ഞാൻ മത്തി തന്നെ ഫുൾ മസാല എല്ലാം ആദ്യം തന്നെ പെരക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മത്തിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പും എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ട് ഈ തക്കാളി നല്ലോണം വഴണ്ട് വരില്ലേ, അന്നേരം അതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നതിൽ ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെയാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പല തെറ്റുകൾ വന്നിട്ടുണ്ട്. തെറ്റുകളെല്ലാം വന്നാൽ പൊട്ടത്തരങ്ങളും എല്ലാം വന്നിട്ടുണ്ടാവും, അതെല്ലാം ക്ഷമിക്കുക. ഇതാ നോക്കിയേ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേ പാത്രത്തിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു വശത്തുനിന്ന് ചീനച്ചട്ടി വീത്തിയാകുന്നുണ്ട്. ഇതാ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരട്ടി ഞാൻ അന്നേ ഉണ്ടാക്കുന്നത്, ചീനച്ചട്ടി വീത്തി എൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. എന്ന് വെച്ചാൽ ഒന്നും എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമല്ലോ, ഇപ്പം വീട് മാറിയതിന് ശേഷം ഞാൻ 3 വർഷമായി ഇത് കഴിക്കാത്ത. അപ്പോൾ ഇന്നിങ്ങനെ കഴിക്കുന്ന അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇത് നോക്കിയേ, ഇതാ വരട്ടി നല്ലോണം തിളച്ച് വരട്ടെ. പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് ചെയ്യാൻ ശ്രമിക്കാം, ഉറപ്പ് പറയുന്നില്ല കേട്ടോ. എൻ്റെ ഓരോ ദിവസവും ഓരോരോ മൂഡാണ് ഉണ്ടാവുക. ഇത് നോക്കിയതാ ഇതിൽ ഉപ്പ്, എന്നിട്ട് നമുക്ക് ഈ തിളച്ച് വരുന്ന നല്ലോണം കുറുകിയതിന് ശേഷം ആദ്യം തന്നെ ഉപ്പ് നോക്കണ്ട, കുറുകിയതിന് ശേഷം ഉപ്പൊന്ന് നോക്കുക കേട്ടോ. നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം പാകമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചൊന്ന് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടിയിട്ട് മൂടി വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ തീ ഓഫാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് സലാഡിന് ഇതെന്ന് പറയാൻ കക്കിരിയും ക്യാരറ്റും റൗണ്ടിൽ മുറിച്ചുണ്ട്. അതിന് എനിക്ക് നിർബന്ധമാണ് ഏതൊരു ഭക്ഷണത്തിൻ്റെ കൂടി 2 ചീനച്ചട്ടിയിൽ ഒഴിച്ചതും, പിന്നെ നല്ല കുറുകിയ മത്തി വരട്ടിയതും, പിന്നെ നമ്മുടെ സലാഡും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക.
ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. പിന്നെ ഇതാ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ആക്കാനും ലൈക്ക് ആക്കാനും ഒന്നും മറക്കരുതേ. അതിനൊന്നും നമുക്ക് പൈസ ചിലവൊന്നുമില്ലല്ലോ. ഒന്ന് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. ഓക്കെ ബായ്.